നിന്നെ കണ്ട നെഞ്ചിലടിക്കും ചെണ്ട എന്നാ പിടിച്ച ഉമ്മേറുണ്ട. പുതിയൊരു ഫീച്ചർ അനുസരിച്ചാ പച്ചോ. ഹൗ അബൌട്ട് എ സർപ്രൈസ്? നമ്മളെ പരിപാടി മുഖത്തെല്ലാം സങ്കടമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഗ്യാസ് മോളിലെത്തിരിക്കുകയാണ്. ചുരുളിയിൽ പെട്ട പോലെ കറങ്ങി അവസാനം അതിനുള്ളിൽ കയറി. അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പ്ലാൻസൊക്കെ ഉണ്ട്. നടക്കാൻ നോക്കി വെക്കാം. പാച്ചുവിനൊരു സാധനം മേടിക്കാണ്ട് കേട്ടോ. അതിനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഈ ബെൻസിൻ്റെ ഷോറൂമിലെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ട്രോളർ കണ്ട് ബെൻസിൻ്റെ ഇതൊക്കെ കാണുമ്പോഴത്തെ കുട്ടികളൊക്കെ ലൈഫ്. ഞാനൊക്കെ എൻ്റെ പെങ്ങന്മാരെ മറ്റേ അറബാനയിലൊക്കെ ഇരുത്തി ഓടിക്കലുണ്ട്. ആ സുഖമൊന്നും ഇതിൽ കിട്ടില്ല. ഹായ്, പെണ്ണുങ്ങളെ സ്വർണ്ണക്കട പോലെ നമ്മളാണുങ്ങളുടെ ലോകം ഉണ്ടത്. കുറേ ഓഫറൊക്കെ ഉണ്ട്. തപ്പി നോക്കാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടോന്ന്. പക്ഷെ ഇതിൻ്റെ ആ സാധനം നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ കളർ ചേഞ്ച് നോക്കണം. ഓൻ്റെ ഓൾറെഡി ആ ഒരു പാറ്റേണിലുണ്ട്. അവിടെ ചോദിച്ചു നോക്കാം. അതിൽ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം മാത്രമുള്ള പറഞ്ഞിട്ടാ ആ ഒരു കോമ്പോയിൽ. അതിൽ വലിയ സുഖമല്ല. പ്യൂമയുടെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഫിസോട് ചോദിച്ചപ്പോൾ ഓനക്ക് ഭയങ്കര ഇഷ്ടമാവും തന്നെ പറഞ്ഞത് കേട്ടോ. കൊള്ളാം അല്ലേ? എനിക്ക് എല്ലാത്തിൽക്കും പെയർ ചെയ്യാൻ പറ്റിയൊരു ഇനി സൈസ് മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. 44 നിങ്ങളെ സൈസല്ലേ? 44 നിങ്ങളെ സൈസല്ലേ? ഒരു 42 ഒറ്റ സൈസുള്ളൂ അല്ലേ മൂഞ്ചി. അപ്പോൾ പ്യൂമയുടെ മൂഞ്ചിട്ടാ. ഇതിൽ നോക്കി വെക്കുക എനിക്ക് സൈസ് കിട്ടുമെന്ന്. ഇതാ 412 വരും. ഇതിന് ഫുൾ പ്രൈസ് എത്രയാണ്? ഇത് ഓറുണ്ടെങ്കിൽ 400, പിന്നെ ഒരു 10% അതിൻ്റെ കുറയും. ഇത് 600, 412 420. ഇത് 575. ബ്ലൂ റെഡ് ആ ഒരു ഇതിലെങ്ങാനും അതൊക്കെ നെയ്ക്കിൽ മാത്രം ഉണ്ടാകണം. പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്. അല്ല, പക്ഷെ അവിടെ ഒറ്റക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും കാണാനല്ലോ ഉള്ളില്. വേങ്ങണ നാഷ് ഹോട്ട് ചിക്കൻ. ഇതവരും ഇങ്ങോട്ട് ഒരു ഓർഡർ എടുക്കാൻ. 1 സ്ലൈഡർ കോംബോ, മാക്സിമം സ്പൈസി, 1 ഫ്രൈഡ് കാലമാരി. ഡിപ്പ് ചെയ്തിട്ട് അധികം വലിപ്പമൊന്നുമില്ല. പക്ഷേ അവരവരെ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ചെയ്യും. അതിൻ്റെയൊക്കെ ബണ്ണ് പോലും കിട്ടും. അതിൻ്റെ വ്യത്യാസം അറിയാം. പ്രത്യേകിച്ച് വേറെ വേറെ നാഷണാലിറ്റീസ് ഉണ്ടാക്കുന്ന ബർഗേഴ്സ് കഴിക്കാം. ഇതിനടുത്ത സാധനമായിട്ട് കാണാം. ഇതിൻ്റെ പുതിയൊരു ഫീച്ചർ അനുസരിച്ചാണ് എങ്ങനെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തന്നെ താൻ അതെങ്ങനെ പോകുന്നത് കാണാം. കണ്ടില്ലേ? പക്ഷെ ഒന്ന് ഇങ്ങനെ ആക്കണം എന്നുള്ളൂ. അങ്ങനെ സൺഡേ ഉമ്മച്ചിയും പ്രാച്ചും ഫൈമൊക്കെ വരും കേട്ടോ. അസ്സലാമു അലൈക്കും. സർപ്രൈസ്. എവിടെ സ്റ്റീല്, ഇവിടുത്തെ സ്റ്റീല് ഇങ്ങനെയാണോ ട്രൗസർ ഇട്ടിട്ട് ഇവിടുത്തെ സ്റ്റീലായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 5DK വ്ളോഗ്സ്. അത് പോയി എല്ലാരും കൂടി വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. നിന്നെ കണ്ട നെഞ്ചിലടിക്കും ചെണ്ട എന്നാ പിടിച്ച ഉമ്മേറുണ്ട.
ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൈമോയ്. ഇന്നലത്തെ എയർപോർട്ടിൽ എക്സ്പീരിയൻസ് പറയൂട്ടാ. അയ്യോ അതൊന്നുമില്ല ഗൈസ്. ഈ കുട്ടീനെ ഇന്നലെ പറ്റിച്ചിട്ടാ കൊടുക്കുന്നത്. പാച്ചുവിനെ അബുദാബിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് കൊടുന്നിട്ട് എയർപോർട്ടിൽ കയറുമ്പോ എങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ? എങ്ങനെയായിരുന്നു? സർപ്രൈസ് ആയിട്ട് മൂത്രം പോയി പാന്റിൽ മൂത്രം പോയിട്ട് എയർപോർട്ടിൽ പാന്റ് മാറ്റി. അപ്പൊ നിങ്ങള് തിരിച്ചിറങ്ങി പോവാ? എങ്ങനെ നിങ്ങള് തിരിച്ചങ്ങനെ ഇറങ്ങി പോവാ? ഞമ്മക്കൊന്ന് പോവാടാ. വൈഭവല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൈമോയ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി വെറുതെ ഇരിക്കുക. അപ്പം നമ്മൾ ഇങ്ങനത്തെ വെറുതെ ഇരിക്കുന്ന പരിപാടിക്കൊക്കെ ഇങ്ങനത്തെ വല്ല പരിപാടിയാണ്. ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ എടുക്കുന്ന ഒരാളെ നല്ല സുഖമാണ്. പിന്നെ വെറുതെ ഇരിക്കുമ്പോ എപ്പോഴും ഉള്ള പരിപാടിയാണ്. എന്തേലൊക്കെ എടുത്തോണ്ടിരാൻ വേണ്ടി കുറേ പരിപാടി. അത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതൊന്നും നമ്മൾ ചെയ്ത് അത് നമുക്കാരും മുന്നില്ല. അപ്പോൾ ബൈ ബൈ. തോറ്റുകൊണ്ടിരിക്കുന്ന ഫൈമിനെ കണ്ടോ? നിങ്ങളിത് കാണുക. Why this man called ലോക തോൽവി? നമുക്ക് എന്നെ പിടിച്ച് വീട്ടിറണടാ. അല്ല പിന്നെ അവനക്കൊന്നും വീണാലും പറ്റില്ല. പോയി അങ്ങനത്തെ സർപ്രൈസ് വന്നിരിക്കുകയാണ്. എന്റെ നമുക്കറിയില്ല. അനക്കുള്ളതാണത്. പൊട്ടിക്ക്. കൈ കൊണ്ട് പൊട്ടിക്കണോ? അത് ശരി. സർപ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടിക്കണോ? ആകാംക്ഷയോട് കൂടിയിട്ട് പൊട്ടിക്കണ എന്താവും അറിയാൻ വേണ്ടിയിട്ട്. എന്നാലും നിക്ക് എന്താവും എന്നാലും അവ പെട്ടി കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഷൂവാ? എന്ത് ഷൂ? ഏത് ഷൂ? ഷൂവാ ഉറപ്പാ? ചമ്മിയിരിക്കുന്നു ഗൈസ്. ഷൂ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടി പറഞ്ഞിട്ട് ക്രീം. അയ്യോടാ, ഷൂ അത് പറഞ്ഞിട്ട് ചമ്മി പോയിട്ട് ഒരാള്. അപ്പൊ ഈ പെട്ടികളൊക്കെ കണ്ടപ്പോഴേ മൂപ്പരാള് വിചാരിച്ചു മൂപ്പരാൾക്ക് ഷൂ ഓർഡർ ചെയ്തത്. ചമ്മിരിക്കണക്ക് ഇങ്ങോട്ടേക്ക്. പക്ഷെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ. ഇപ്പൊ കരയോ? കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഷൂവിന്റെ പെട്ടി പോലെ ഉണ്ടല്ലേ ഫൈമേ? അല്ലേ? ഇല്ലേ? ഷൂവിന്റെ പെട്ടി പോലല്ലേ? നിരാശയോട് കൂടി മടങ്ങുകയാണ്. ഇനി നമുക്ക് ടി വി വെക്കാം. ഇരുത്തം നോക്ക്. വിഷമായ ഫൈമനക്ക്? എന്തിനാ കഷ്ടം വെച്ചിരിക്കണ്? പറയടാ. കണ്ണീന്ന് വെള്ളം വരണ്ടേ? നമുക്ക് പരിഹാരം ഉണ്ടാക്ക. ഇതെന്ത് ഉമ്മാടെ വേണ്ടൊക്കെ എടുത്തിട്ട് വാണിക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ. ഇതിട്ടോ? ഞാൻ കണ്ടില്ല. ഇത് 2 ക്രീം ഉണ്ട്, 2 ബോക്സ് ഉണ്ട്. ഒന്ന് ഇടത്തെ കാലുമേലിട്ടോ, ഒന്ന് വലത്തെ കാലുമേലിട്ടോ. എനിക്ക് ഷൂ എല്ലാം ഉണ്ട്. അതാ നല്ല സങ്കടത്തിലിരുന്നിട്ട് നല്ല ഫൈം. അവൻ നല്ല പ്രതീക്ഷിച്ച്. അപ്പം നമ്മൾ പാച്ചുവിനും ഫൈമിനും
സർപ്രൈസ് ആയിട്ട് ഷൂ ഒക്കെ ഓർഡർ ചെയ്ത് സെറ്റാക്കി ഇവിടെ യാസ് മാളിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയി പിക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ ചുമ്മാ ഇറങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് അവരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് ലോക്കറിൽ കയറുകയാണ്. ഫൈമ നേരെ പോയി ചാടറ എനിക്ക് നമുക്കിന്നത് കളക്ട് ചെയ്യാം. അവൾ പാച്ചുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ട. എന്താ പാച്ചുവോ, ഹൗ അബൌട്ട് എ സർപ്രൈസ്? എനിക്കൊരു സാധനം ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. എന്താ വാ യാ അയ്മേ പാച്ചുവാക്കുള്ള സർപ്രൈസാണ്. എനിക്ക് എന്തിനാ ദേഷ്യം പിടിക്കണ്? എന്നാ ഇട്ടോ വയ്ക്കോ. കൊണ്ടുപോടാ. ഞാനുണ്ട് ഇട്ടേക്ക്. പാച്ചുവിനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഫൈമിനുള്ള സാധനം കൊണ്ടെടുക്കാൻ പോവാണ്. പാച്ചു ഇനി ഫൈമിനുള്ള സർപ്രൈസ് കിട്ടാ. സാധനം എങ്ങനെ ഉണ്ട്? വായോ. പിണങ്ങിയിരിക്കണ ഫൈമിന് അങ്ങനെ സാധനം കൊണ്ടുകൊടുക്കാൻ പോകണ്ട. ഏതേതാവും ഏതാ? അഡിഡാസ്. എന്നിട്ട് അഡിഡാസ് വന്ന് ഏതാ? ഇട്ടോക്കി ഈസ്റ്റ് എന്തേ? കേടുന്ന് കരയരുത്, എനിക്ക് മാത്രം. പാൻ്റ് ഒന്ന് ബുക്ക് ചെയ്യേ കുറച്ച്. ആ അതൊക്കെ നോക്കിയിട്ട് ഈ ഏതാച്ചും എടുത്തോ. ഇപ്പോൾ പാച്ചുവിൻ്റെ ഐറ്റം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പ്യൂമയുടെ പ്ലേ സ്റ്റേഷൻ കൊളാബ് മോഡൽ നമ്മളാക്കിയിട്ടുണ്ട്. എൻ്റെ എടുക്കില്ല, എൻ്റെ അവിടെ വെച്ചിട്ട് പോവേ. അപ്പോഴാ എൻ്റെ അവിടെ വെച്ചിട്ട് പോവാ. എന്നെ പറ്റിയ വണ്ടി എടുത്തതാ. ചമ്മിയില്ല ഇപ്പോൾ പാച്ചുവിന് മാത്രം എടുക്കുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാടാ പൊട്ടാസേ. എന്തൊക്കെ ഇരുന്ന് പാച്ചുവിന് മാത്രം. അങ്ങനെ ഒരു വീക്കെൻഡ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിച്ചു പൊളിച്ച് ഹാപ്പി വീക്കെൻഡായിരുന്നു. ഇനിയും സർപ്രൈസുകൾ വരാറുണ്ട്. കൂടുതൽ സർപ്രൈസായിട്ട് ഇനിയും വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.